കൂടാനുള്ള മനസ്സുണ്ടോ? പൈസ കൊടുക്കണ്ട, ഒരുപാട് സമയം ചെലവഴിക്കണ്ട, ഒരുപാട് കഷ്ടപ്പെടണ്ട. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, പെങ്ങള് 6 അടി മണ്ണിനകത്ത് നിന്നെ കൊണ്ടുവന്ന് കുടിച്ചിട്ടിട്ട് എല്ലാവരും മടങ്ങി പോകുമ്പോ 2 മലക്കുകൾ നിന്റെ കബറിനകത്ത് വന്നിട്ട് ചോദ്യം ചോദിക്കുകയാ. അതാ മുൻകരം നക്കീറുമെന്ന് പറയുന്ന 2 മലക്കുകള് കബറിനകത്ത് വന്നിട്ട് നിന്നോട് ചോദ്യം ചോദിക്കുമ്പോ നിന്റെ കൂട്ടുകാരൻ പറയുന്നു, അവനെ വിളിക്കല്ലേ, അവൻ ഉറങ്ങട്ടെ, അവൻ എന്റെ കൂട്ടുകാരനാ. എന്ത് ചോദിക്കാനുണ്ടെങ്കിലും എന്നോട് ചോദിക്കട് എന്ന് പള്ളിക്കാട്ടിലെ കബറിനകത്ത് വന്ന് പറയുന്ന ഒരു കൂട്ടുകാരനുണ്ട്. ആ കൂട്ടുകാരൻ ആരെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബാ, നമ്മുടെ വീടിന്റെ അലമാരയ്ക്കകത്തിരിക്കുന്ന പരിശുദ്ധമായ ഖുർആൻ, എന്റെയും നിങ്ങളുടെയും വീടിനകത്ത് ഒരുപാട് ഖുർആൻ ഇരിപ്പുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ചില വീടിന്റെ അലമാരയ്ക്കകത്ത് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ഖുർആൻ നിരത്തി വെച്ചിരിക്കുകയാ. ഒരെണ്ണം പോലും ഒന്ന് തുറന്നു നോക്കാറില്ലല്ലോ, ഒരെണ്ണം പോലും ഒന്ന് എടുത്തു വെച്ചോതാറില്ലല്ലോ. അതിന്റെ മുകളിലെ പൊടി പോലെ തുടച്ചു കളയാത്തവരുണ്ടല്ലോ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ നിന്റെ വീടിന്റെ ടിവിയുടെ അടിയിൽ പൊടിയടിച്ചിരിക്കുന്ന അല്ലാഹുവിന്റെ ഖുർആൻ ഉണ്ടല്ലോ. ചിലരൊക്കെ അലമാരിയുടെ മുകളിലാണ് എടുത്തിട്ടിരിക്കുന്നത്. അത് വീട്ടിലാരെങ്കിലും മരിക്കുന്ന സമയത്തെടുക്കാൻ മാത്രമുള്ളതല്ല. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ ഒന്ന് സ്നേഹിക്കാൻ കഴിയുമോ? അല്ലാഹുവിന്റെ ഖുർആനെന്ന് എല്ലാ ദിവസവും നിനക്കൊന്ന് ഓതാനുള്ള മനസ്സെങ്കിലുമുണ്ടോ? 6 അടി മണ്ണിനകത്ത് നിന്റെ മയ്യത്ത് കൊണ്ട് വെക്കുന്ന സമയത്ത് ആ കബറിനകത്ത് ഖുർആൻ നിനക്ക് കൂട്ടുകാരനായി കടന്നു വരുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാ. ഖുർആൻ ഓതുന്നതിന്റെ പ്രതിഫലത്തെ കുറിച്ച് ഇമാമു പറഞ്ഞു തന്നല്ലോ. അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയാ കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ച് ഇമാമു പറഞ്ഞു തന്നല്ലോ. എന്റെ പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി പറയുകയാ, 3 കാര്യങ്ങളിൽ നോക്കിയിരുന്നാൽ ഇബാദത്തിന്റെ പ്രതിഫലമാ. 3 കാര്യങ്ങളിൽ നോക്കിയിരുന്നാൽ ഇബാദത്തിന്റെ പ്രതിഫലമാണ്. റസൂലുള്ളാഹി പറയുന്ന ഒന്നാമത്തെ കാര്യം ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ. ആ കഅബാലയത്തിൽ നോക്കിയിരുന്നാൽ ഇബാദത്തിന്റെ പ്രതിഫലമാ. 2, നിന്നെ നൊന്ത് പ്രസവിച്ച നിന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ. ആ ഉമ്മയുടെ മുഖത്ത് നോക്കിയിരുന്നാൽ ഇബാദത്തിന്റെ പ്രതിഫലമാ. 3, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബാ, പരിശുദ്ധമായ ഖുർആനുണ്ടല്ലോ. ഉസ്താദേ, ഖുർആൻ ഓതാൻ എനിക്കറിയില്ലെന്ന് പറയുന്ന ഉപ്പമാരുണ്ടല്ലോ. എനിക്ക് ഖുർആൻ ഓതാൻ അറിയില്ലെന്ന് പറയുന്ന ഉമ്മമാരുണ്ടല്ലോ. നിനക്ക് ഓതാനല്ലേ അറിയാത്തതുള്ളൂ. കാണാ റബ്ബ് നിനക്ക് കാഴ്ച തന്നല്ലോ. അല്ലാഹു നിന്റെ കണ്ണിന് കാഴ്ച തന്നല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, വാപ്പാ, പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിൽ നോക്കിക്കൊണ്ടിരുന്നാൽ ഇബാദത്തിന്റെ പ്രതിഫലമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ഖുർആനിൽ നോക്കിക്കൊണ്ടിരുന്നാൽ പ്രതിഫലമാണ്. എന്റെ പ്രിയമുള്ളവര്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്ന 23 ഹാഫിളീങ്ങൾ പഠിക്കുന്നവര് മദ്രസയുടെ പ്രവർത്തനത്തിന് വേണ്ടിയാണല്ലോ ഒരുമിച്ച് കൂടിയത്. 10 12 വയസ്സിന്റെ താഴെ മാത്രം പ്രായമുള്ള 23 മക്കൾ പഠിക്കുന്നവര് കോളേജിന് വേണ്ടി ഒരുമിച്ച് കൂടിയവരാ. മക്കളുടെ പരീക്ഷയെല്ലാം കഴിഞ്ഞല്ലോ. എവിടെയാണ് കറങ്ങാൻ പോകേണ്ടതെന്ന് ചിന്തിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് അല്ലാഹുവിന്റെ റസൂല് പറയുന്ന, ഉപ്പാ, അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരു ആയത്തുണ്ടല്ലോ, 114 അധ്യായങ്ങളുണ്ടല്ലോ, 6666 ആയത്തുകളുണ്ടല്ലോ. ഇന്ന് വഴുതുകിടന്നിവിടന്ന് പിരിഞ്ഞ് നിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് നിന്റെ മക്കളിൽ ഒരാളെ അടുത്ത് പിടിച്ചിരുത്തിയിട്ട് പരിശുദ്ധമായ ഖുർആനിലെ ഒരേ ഒരായത്ത് നിന്റെ മക്കളെ എങ്ങാനും നീ കണ്ടോരാ പഠിപ്പിച്ചാൽ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം അറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബാ, എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളെ,
ഇന്ന് സിറാജിന്റെ വയത് കഴിഞ്ഞ് പിരിഞ്ഞ് വീട്ടിലേക്ക് ചെന്നിട്ട് നിന്റെ പൊന്നുമോളെ പിടിച്ച് മടിയിലിരുത്തിയിട്ട് ഖുൽ ഹുവല്ലാഹു അഹദ് ഒരേ ഒരായത്ത് ഏതെങ്കിലും മാതാപിതാക്കളെ തന്നെ മക്കളെ കണ്ടോതാ പഠിപ്പിച്ച അല്ലാഹുവേ നിനക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുവോ? നിന്റെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ അല്ലാഹു പുറത്തു തരികയാ. ഖുർആനിലെ ഒരായത്ത് കണ്ടോതാൻ പഠിപ്പിച്ചാൽ ആ മാതാപിതാക്കൾക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം ആ മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുകയാ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം 1000 വർഷം രാവും പകലും രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പ് പിടിച്ച് ഇബാദത്ത് ചെയ്ത പ്രതിഫലം ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ 6 അടി മണ്ണിനകത്ത് കടന്നു വരേണ്ടതാണല്ലോ, 6 അടി മണ്ണിനകത്ത് കടന്നു വരേണ്ടതാണല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുന്ന ഖുർആനോദട് പൊന്നുമോളെ, റജബ് നമ്മളോട് വിട പറഞ്ഞു. റമദാനിന് 26 ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോ ഇനി എന്ന് നന്നാകാനിരിക്കുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെ പ്രിയമുള്ള പെങ്ങളെ, നിനക്ക് സമാധാനമുള്ള ജീവിതമുണ്ടായിരുന്നല്ലോ, നിന്റെ വീടിനകത്ത് വല്ലാത്ത സന്തോഷമായിരുന്നല്ലോ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സുണ്ടായിരുന്നല്ലോ. ഇന്ന് വീടിനകത്ത് തമ്മിലടിയാണല്ലോ, ഭാര്യയും ഭർത്താവും കണ്ടാല് ദേഷ്യമാണല്ലോ, സ്വന്തം മക്കള് പരസ്പരം കൂടപ്പുറപ്പുകൾ കടന്ന് തമ്മിലടിക്കുകയാണല്ലോ. എന്റെ പ്രിയമുള്ള പെങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞു തരികയാ, പരിശുദ്ധമായ ഖുർആൻ ഓതിയാൽ ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുവോ? പണ്ടൊക്കെ പടച്ചവനെ മഗ്രിബിന്റെ സമയമായ മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ വാക്യ ഓതുമായിരുന്നല്ലോ, സജദ ഓതുമായിരുന്നല്ലോ, യാസീൻ ഓതുമായിരുന്നല്ലോ, സൂറത്തുൽ മുൽക്ക് ഓതുമായിരുന്നല്ലോ. പടച്ചവനെ നിന്റെ വീട്ടിലെന്ന് സന്തോഷവും സമാധാനവും ഐക്യവും ഒത്തൊരുമയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇന്ന് നമ്മുടെ വീടിനകത്തിന്റെ പ്രിയമുള്ളവരെ തമ്മിലടിയാണല്ലോ. എന്റെ പ്രിയമുള്ള പെങ്ങള്, വഅദിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ള സഹോദരങ്ങള് സഹോദരിമാര്, രോഗങ്ങളില്ലാത്തവരില്ലല്ലോ. ഉസ്താദേ ഞങ്ങളെ മറക്കില്ലേ, രോഗങ്ങളും ദുരിതങ്ങളും ഇല്ലാത്ത ഒരു മനുഷ്യനും ഈ സദസ്സിലില്ലല്ലോ. അല്ലാഹുവേ, ഈ സദസ്സിൽ പടച്ചവനെ ആഫിദീങ്ങളുള്ള സദസ്സാണല്ലോ, അലിമീങ്ങളുള്ള സദസ്സാണല്ലോ, 40 പേരിൽ കൂടുതലുള്ള സദസ്സാണല്ലോ. ഈ സദസ്സിൽ വെച്ച് ദുആ ചെയ്താ സ്വീകരിക്കും, എന്റെ രോഗങ്ങൾ അല്ലാഹു മാറ്റിത്തരുമെന്ന് കരുതിയിട്ട് ഈ വഅദിന്റെ സദസ്സിലേക്ക് ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, പൊന്നുമോനെ, ഖുർആൻ ഓതിയാ കിട്ടുന്ന ഒരേ ഒരു പ്രതിഫലം ഞാൻ പറഞ്ഞു തരാ. ഈ ദുനിയാവിൽ നിനക്ക് കിട്ടുന്ന ഒരേ ഒരു പ്രതിഫലം പറഞ്ഞു തരാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യൻ എല്ലാ ദിവസവും ഖുർആൻ ഓതിയാ അല്ലാഹു ആ മനുഷ്യരെ ഈ ദുനിയാവിലിട്ട് നരകിപ്പിക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. എന്റെ പ്രിയമുള്ള ബാപ്പാ, ഖുർആൻ ഓതിയാ നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം അറിയുമോ? എന്റെ പ്രിയമുള്ള പെങ്ങള്, എല്ലാ ദിവസവും